മീൻ കറിയുടെ അതേ രുചിയിൽ മീൻ ചേർക്കാതെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. നോമ്പുകാലത്തൊക്കെ കഴിക്കാനും അതുപോലെ വെജിറ്റേറിയൻസ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഡിഷ് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. നമുക്ക് ആദ്യം ഒരു മൺചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, എരിവിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പച്ചമുളക് നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, കോവയ്ക്ക. നല്ല ഇളം കോവയ്ക്ക നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് മൂത്ത് പഴുത്ത് പോയ കോവയ്ക്ക എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ 200 ഗ്രാം കോവയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ രണ്ടാക്കി അരിഞ്ഞ് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് ഈ മല്ലിപ്പൊടിയുടെയൊക്കെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ കോവയ്ക്കയിലേക്ക് അത്യാവശ്യം ഒന്ന് പുരണ്ട് കിട്ടുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് 3 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ കോവയ്ക്ക് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത തക്കാളി ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു തക്കാളി ചേർത്താൽ തന്നെ പാകത്തിനുള്ള പുളിപ്പായിരിക്കും ഈ ഒരു കറിക്ക് ഉണ്ടാവുക കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ച് നമുക്ക് 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. 1/4 കപ്പ് ചിരകിയ തേങ്ങ, ഒപ്പം തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുത്തൊന്ന് കൊണ്ടുവരണം. ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളം ഇനി നമുക്ക് എന്തായാലും കൂടുതൽ ചേർക്കേണ്ടി വരും കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു കറി ചൂടാറും തോറും ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരുന്ന കറിയാണ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഒന്ന് വറ്റി കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മീതെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മീതേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം ഇത് സെർവ് ചെയ്യാനായിട്ട്. ഈ മീനില്ലാത്ത മീൻ കറി നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഡിഷാണ്. വെജിറ്റേറിയൻസിനൊക്കെ എന്തായാലും ഡെയിലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അതുപോലെ ഈ ഈസ്റ്റർ നോമ്പുകാലത്തൊക്കെ ക്രിസ്ത്യൻസിനും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ.